Good evening everyone. നമ്മൾ ancient and medieval historyയുടെ ലാസ്റ്റ് ലാബ് റിവിഷൻ പ്രോഗ്രാമിൻ്റെ പാർട്ട് 2 ആണെന്ന്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പോസ്റ്റ് മൗര്യൻ പീരീഡ് ആയിരുന്നു അല്ലേ, ഫ്രം 190 BCE ടു 250 CE വരെയുള്ള ടൈം പീരീഡാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. സോ ഇതേ ടൈം പീരീഡിൽ ഫ്രം 2nd century BCE to 2nd CE where there is another dynasty in the southern part of India. Okay, so today we will be starting with the Sangam era. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടൈം ലൈനിൽ തന്നെ ഡീപ്പ് സൗത്തിലോട്ട് വരുമ്പോൾ യു ക്യാൻ സി സംഗം എറ. സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഗം ഈസ് അസംബ്ലി. Okay, sound okay or no? Okay. Okay. Okay, so we were discussing Sangam period. Sangam എന്ന് പറയുന്നത് is assembly അല്ലേ. അപ്പം ഈ 2nd century BC തൊട്ട് BCE തൊട്ട് 2nd century CE വരെയുള്ള പീരീഡിൽ it is believed that there were 3 assemblies അല്ലെങ്കിൽ 3 സംഗംസ്. ആൻഡ് ഈ 3 സംഗം അസംബ്ലീസിലും 3rd സംഗം അസംബ്ലിയിൽ നിന്ന് there came so many literature works. ആൻഡ് അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു പീരീഡിൽ സദേൺ പാർട്ടിലുള്ള കിങ്ഡത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഓക്കെ, സോ സംഗം എറ ഈസ് ഫ്രം 2nd century BCE എന്ന് ഞാൻ പറഞ്ഞു. സോ ബേസിക്കലി 23-ൽ ഇത് UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദിസ് പീരീഡ്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കാവോ? സോ ഹിയർ കോർക്കൈ, പൂംപുഹാർ ആൻഡ് മുസിരിസ് അല്ലെങ്കിൽ മുച്ചിരി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ബി ആണ്. ഇറ്റ്സ് പോർട്സ് ഓഫ് ദ സംഗം എറ. ഓക്കെ, ആൻഡ് ഓൾസോ യു ക്യാൻ സി 2023-ൽ തന്നെ എഗെയിൻ ഈ ഒരു ടൈം പീരീഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വട്ടക്കിരുതൽ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചത്. സോ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ സംഗം എറ. അത് കഴിഞ്ഞ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. കറക്റ്റാണ്. ഷിജിൻ, സരസ്വതി, ജസ്ബീർ, ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ സംഗം വി ഹാവ് മേജർലി 3 ഡൈനാസ്റ്റീസ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പാണ്ഡ്യാസ്. ഓക്കെ, 3 ഡൈനാസ്റ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാണ്ഡ്യ ഈസ് ടുവേർഡ്സ് ദ സദേൺ പാർട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പാണ്ഡ്യാസിനെ കാണാൻ പറ്റും. ആൻഡ് ഈ 3 ഡൈനാസ്റ്റീസിലും യു ക്യാൻ സി 2 സിറ്റീസ് എല്ലായിടത്തും മേജറായിട്ട് വരുന്നത് കാണാം. വൺ വിൽ ബി ദെയർ ക്യാപിറ്റൽ. സോ പാണ്ഡ്യയുടെ ക്യാപിറ്റൽ ഇസ് മധുരൈ ആൻഡ് ദ അതർ വിൽ ബി ദെയർ പോർട്ട്, ദാറ്റ് ഈസ് കോർക്കൈ ഫോർ പാണ്ഡ്യാസ്. ആൻഡ് ഓൾസോ ദെയർ വിൽ ബി ആൻ എംബ്ലം, ദാറ്റ് ഈസ് കാർപ്പ്. ഈ 3 ഡൈനാസ്റ്റീസും
വളരെ റിച്ച് ഡൈനാസ്റ്റീസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. വൈ? ബിക്കോസ് ദേ were engaged in trade with the Romans. ഓക്കെ, അപ്പോൾ റോമൻസുമായിട്ട് എന്തൊക്കെയായിരിക്കും ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക? മേജർലി സ്പൈസസ് ആൻഡ് വെൻ യു തിങ്ക് അബൌട്ട് പാണ്ഡ്യ കിങ്ഡം, പേൾസ് ആണ് മേജർ ട്രേഡ് ഐറ്റമായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ പേൾസ്, യു ക്യാൻ സീ കോട്ടൺ, ഇതൊക്കെയാണ് മേജർ ട്രേഡ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ പാണ്ഡ്യയിൽ വി സോ ദ ക്യാപിറ്റൽ, പോർട്ട് ആൻഡ് എംബ്ലം. നൗ ഐ വിൽ സേ അബൌട്ട് കുറച്ച് മേജർ കിങ്സിൻ്റെ നെയിംസും കൂടെ പറയാം. ബിക്കോസ് UPSC ഈയിടെ ആയിട്ട് മിഡീവൽ എറയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും മേജർ കിങ്സ് ആരാണ്, ഫൗണ്ടേഴ്സ് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ യു ക്യാൻ സീ പാണ്ഡ്യയിൽ ദർ ഇസ് എ കിങ് നെയിംഡ് നെടുഞ്ചേലിയാൻ. Okay, so next is a Chola kingdom. സോ ചോലാസിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ ദർ ആർ 2 ചോല കിങ്ഡംസ്. ഇത് നമ്മൾ ഏർലി ചോലാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മിഡീവലിലോട്ട് വരുമ്പോൾ ദർ ഈസ് അനദർ ചോല കിങ്ഡം. നിങ്ങൾ എല്ലാവരും PS1 സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അതിൽ പറയുന്നതാണ് മിഡീവൽ ചോലയാണ്. ഓക്കെ, ദിസ് ഈസ് ഏർലി ചോല ഡൈനാസ്റ്റി. സോ ക്യാപിറ്റൽ ഓഫ് ഏർലി ചോല ഫസ്റ്റ് ഉറയൂറാണ്, and then it is shifted to Puhar. Okay, so majorly ആദ്യത്തെ ടൈം പീരീഡിലെല്ലാം ഉറയൂറാണ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ, ഉറയൂർ ഈസ് ഇൻ ടുഡേയ്സ് ട്രിച്ചി. ഓക്കെ, ആൻഡ് പുഹാർ തന്നെയാണ് അവരുടെ പോർട്ട് സിറ്റി ആയിട്ട് പറയുന്നത്, ദാറ്റ് ഈസ് പൂംപുഹാർ. ഓക്കെ, ആൻഡ് എംബ്ലം ടൈഗർ ആണ്. സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ മേജർലി യു ക്യാൻ സി 2 കിങ്സിനെ കുറിച്ചാണ് നമുക്ക് ചോലയിൽ ഈ ഒരു ടൈം പീരീഡിൽ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് എലാറ. എലാറ ഈസ് സെഡ് ടു ബി ദ കിങ് ഫ്രം BCE ടൈം. ഓക്കെ, അപ്പം തുടങ്ങുന്ന സമയത്ത് വി ക്യാൻ സി എ കിങ്സ് നെയിം എലാറ, ആൻഡ് ഹി ഹാസ് കോൺകേർഡ് സം പാർട്സ് ഓഫ് ശ്രീലങ്ക അറ്റ് ദിസ് ടൈം. ഓക്കെ, സോ മേജർ കിങ്സിൽ ഫസ്റ്റ് നമുക്ക് കാണുന്നത് എലാറയാണ്. എലാറ ഹാസ് കോൺകേർഡ് സം പാർട്സ് ഓഫ് ശ്രീലങ്ക ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മേജർ കിങ് ആയിട്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് കരികാല ചോല. ഓക്കെ, കരികാല ചോല ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് he has established this Puhar as the capital, and also he has built a dam which is still present, that is Kallanai Dam in Kaveri river. Okay, and also Kaveri riverിലേക്ക് ഒരു എംബാങ്ക്മെൻറ്റും ഈ ഒരു സമയത്ത് പണിയുന്നുണ്ട്. And that is why Karikala Chola is important, and also Chola dynasty was important for cotton trade. Okay, next we will go to Chera dynasty. Chera ഏതായിരിക്കും? present day Kerala region ആണ് Chera എന്ന് പറയുന്നത്. And you can see capital is Vanchi and port is Muziris, that is near Kodungalur, and the emblem is bow. So significance പറയുമ്പം early king ആണ് ഉദയൻ ചെരാൾ,
Then you can see two other kings such as Senguttuvan and Udayin Cherelathan. ഇവിടെ ഉദയൻ ചേരലാത്തിൻ്റെ കാര്യം പറയുമ്പോൾ there is a battle of Venni with നമ്മൾ നേരത്തെ ചോല കിങ് ആയിട്ട് പറഞ്ഞ കരികാല ചോല. So ഈ ബാറ്റിലിൽ ഉദയൻ ചേരലാത്തൻ ഈസ് ഡിഫീറ്റഡ്. So he is actually taking a ritual and that is വട്ടക്കിരുതൽ. And he is dying taking this ritual. നമ്മൾ നേരത്തെ സല്ലേഖന എന്ന് ജൈനസത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർവേഷൻ ടു ഡെത്ത് ആണ് വട്ടക്കിരുതൽ. വെൻ എ കിങ് ഇസ് ഡിഫീറ്റഡ് ഇൻ എ ബാറ്റിൽ, ആ ഒരു കവേർഡായിട്ട് ഫ്രണ്ടിലോട്ട് ജീവിക്കുന്നതിൽ നല്ലത് ദേ വിൽ ഡു ദിസ് വട്ടക്കിരുതൽ ആൻഡ് ഡൈ. ഓക്കെ, സോ ദാറ്റ് ഈസ് വട്ടക്കിരുതൽ. നൗ we will see some terms from the Sangam period. ഇപ്പോൾ വട്ടക്കിരുതൽ വന്നതുപോലെ ഈ ഒരു ടൈം പീരീഡിൽ നിന്ന് ഇനിയും കുറച്ച് ചിലപ്പം വേർഡ്സ് ചോദിച്ചെന്നിരിക്കാം. സോ വി വിൽ ഡീൽ വിത്ത് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഫ്രം ദിസ് Sangam period. ഓക്കെ, സോ ഏനാദി ഈസ് ദ മിലിറ്ററി ക്യാപ്റ്റൻ. ഓക്കെ, നൗ the next thing is തിപ്പയാടൽ. തിപ്പയാടൽ ഈസ് ആക്ച്വലി സതി. നോർത്തിൽ സതി എന്ന് പറയുന്ന ഒരു ഫോമിനാണ് സൗതേൺ സംഘം എറയിൽ നമ്മൾ തിപ്പയാടൽ എന്ന് പറയുന്നത്. ഓക്കെ, അരസർ എന്ന് പറയുമ്പോൾ കൂടുതലും പൊളിറ്റീഷ്യൻസ്, ഇപ്പോഴും തമിഴ് വേർഡാണ് പൊളിറ്റിക്സിനൊക്കെ ആയിട്ട്. സോ പബ്ലിക് അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെയാണ് അരസർ എന്ന് പറയുന്നത്. വെള്ളലാസേഴ്സ് റിച്ച് പെസൻസ്, ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള പെസൻസിനെയാണ് വെള്ളലാസ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ്ലി സിവിൽ ഓഫീസേഴ്സൊക്കെ ഈ വെള്ളലാസ് ആണ് എടുത്തിരുന്നത്. ദെൻ യു ക്യാൻ സി കടൈസിയാർ. കടൈസിയാർ എന്ന് പറയുമ്പം അഗ്രികൾച്ചർ നോക്കിയിരുന്ന ക്ലാസ് ഓഫ് പീപ്പിളിനെയാണ് കടൈസിയാർ എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സി കടൈസിയാർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്നും അർത്ഥമുണ്ട്. പക്ഷേ ദർ ഈസ് ഓൾസോ വൺ അതർ കാസ്റ്റ്, പറയർ. പറയർസ് ആർ പീപ്പിൾ ഹു വർക്ക് വിത്ത് animal skin and also agriculture laborers. Okay, now we will discuss two things from the Sangam literature, that is Karpu and Thinai. സോ സംഘം അസംബ്ലീസിൽ തേർഡ് സംഘം അസംബ്ലിയിൽ നിന്നും ഒരുപാട് ലിറ്ററേച്ചേഴ്സ് എമേർജ് ചെയ്തെന്ന് പറഞ്ഞല്ലേ, അതിലൊന്നാണ് സിലപ്പതികാരം. പോസ്റ്റ് സംഘം ടെക്സ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. സിലപ്പതികാരം ഈസ് റിട്ടൺ ബൈ ഇലങ്കോ അടികൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ടെക്സ്റ്റിനെ കുറിച്ച്. സോ ഈ ടെക്സ്റ്റിൽ ദിസ് ടെക്സ്റ്റ് ഈസ് സേയിങ് ദ സ്റ്റോറി ഓഫ് Kannagi and Kovalan. So ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് Kannagi is actually burning Madurai in her rage. She is a loyal wife and ഈ ഒരു ചേര ചോല കിങ്ഡത്തിൻ്റെയും പാണ്ഡ്യ കിങ്ഡത്തിൻ്റെയും ഇടയിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് Kannagi is actually burning Madurai and കമ്മിങ് ടു ചേര കിങ്ഡം എന്നൊരു കഥയുണ്ട്. ആ ചേര കിങ്ഡത്തിൽ നിന്നും കണ്ണകി പിന്നെ ഹെവൻസിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് സ്റ്റോറിയിൽ. സോ ഇവിടെ ആ ഒരു ചാസ്റ്റ് ലൈഫ് സ്റ്റൈൽ, കണ്ണകി ഫോളോ ചെയ്ത ആ ചാസ്റ്റ് ലൈഫ് സ്റ്റൈലിനെയാണ്, അല്ലെങ്കിൽ ലോയാലിറ്റിക്കാണ്, ഈ പതിവ്രത എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഇല്ലേ, അതിനെയാണ് കാർപ്പ് എന്ന് പറയുന്നത്. കാർപ്പ് ഈസ് ചാസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിറൈവ്ഡ് ഫ്രം കണ്ണകീസ് ലൈഫ്. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞു ചേര കിങ്ഡത്തിൽ വന്നിട്ട് ഹെവൻസിലേക്ക് പോകുന്നതെന്നാണ് സങ്കല്പം. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് നമ്മൾ നേരത്തെ ചേര കിങ് ആയിട്ട് കണ്ട് സെങ്കുട്ടുവൻ, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗുഡ് ചേര. സെങ്കുട്ടുവൻ ഈസ് കൺസ്ട്രക്ടിങ് എ ടെമ്പിൾ ഇൻ കേരള ഫോർ കണ്ണകി ആൻഡ് ദാറ്റ് ടെമ്പിൾ ഈസ് നോൺ ടു ബി ദ കൊടുങ്ങല്ലൂർ ടെമ്പിൾ. ഓക്കെ, ആൻഡ് വർഷിപ്പേഴ്സ് ഓഫ് അല്ലെങ്കിൽ കണ്ണകിയെ വർഷിപ്പ് ചെയ്യുന്ന ആ കൾട്ടിനാണ് പട്ടിണി കൾട്ട് എന്ന് പറയുന്നത്.
സോ കണ്ണകിയുടെ ചുറ്റിപ്പറ്റി നമ്മൾ രണ്ട് ടേംസ് ഇപ്പം നോക്കി. വൺ ഈസ് കാർപ്പ്, ദാറ്റ് ഈസ് ചാസ്റ്റ് ലൈഫ് സ്റ്റൈൽ, ആൻഡ് പട്ടിണി കൾട്ട്, ദാറ്റ് ഈസ് വർഷിപ്പിംഗ് ഓഫ് കണ്ണകി. ഓക്കെ, നൗ വി വിൽ സീ തിനൈ. തിനൈ എന്ന് പറഞ്ഞാൽ ലാൻഡ് എന്നാണ് അർത്ഥം. സോ സംഗം ലിറ്ററേച്ചറിൽ ഓരോ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അനുസരിച്ച് ലാൻഡിനെ 5 ക്ലാസിഫൈ ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സോ യു ക്യാൻ സീ നമ്മുടെ സദേൺ ഇന്ത്യ ഇങ്ങനെയാണ്. സോ അവിടെ ഓരോ ട്രാക്ട്സ് ഓഫ് ലാൻഡിനെയും ഓരോ പേരിൽ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ആൻഡ് ഹിയർ മിഡിൽ പാർട്ടിലായിട്ട് യു ക്യാൻ സീ കുറിഞ്ഞി അല്ലെങ്കിൽ മൗണ്ടനസ് റീജിയൻ എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് സെക്കൻഡിൽ യു ക്യാൻ സീ ഡ്രൈ റീജിയൻ, ദാറ്റ് ഈസ് പാലൈ, this region, and in third that is the മുല്ലൈ region, അതായത് പാസ്റ്ററൽ റീജിയൻ, കാറ്റിൽ ഹേർഡേഴ്സ് ഒക്കെയുള്ള റീജിയൻ ആയിരിക്കും മുല്ലൈ. ഫോർത്ത് റിവർ സോൺ ആയിരിക്കും, കൂടുതൽ അഗ്രികൾച്ചർ നടക്കുന്ന സ്ഥലമായിരിക്കും, ദാറ്റ് ഈസ് മരുതം. ആൻഡ് യു ക്യാൻ സീ എ ഫിഫ്ത്ത് സോൺ, ദാറ്റ് ഈസ് ദ കോസ്റ്റൽ സോൺ. എന്തായിരിക്കും? ഫിഷിംഗ് ആയിരിക്കും അല്ലേ കൂടുതൽ ഒക്യുപ്പേഷനായിട്ട് വരുന്നത്, ദാറ്റ് ഈസ് നെയ്ത്ത്. ഇങ്ങനെ 5 ലാൻഡിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കാണാം സംഗം ലിറ്ററേച്ചറിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സംഗം പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈം ലൈനിൽ തന്നെ സദേൺ എൻഡിലാണ് സംഗം പീരീഡ് നടക്കുന്നത്. സോ യു ക്യാൻ സീ ഇറ്റ് 190 BCE തൊട്ട് 250 CE വരെയുള്ളൊരു ടൈം ലൈനാണ്. അവിടെ നോർത്തിൽ വി ടോക്ഡ് അബൌട്ട് ഇൻഡോ ഗ്രീക്സ്, ഷാക്കാസ്, കുഷാനാസ് ഒക്കെ, ആൻഡ് ഇൻ ദ സദേൺ പാർട്ട് വി സോ സതവാഹനാസ് ആൻഡ് സംഗം. ഓക്കെ, from here we are going to the next major dynasty, that is the Gupta dynasty. So Gupta dynasty നോർത്തിൽ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ സീ ഇൻ ദ സദേൺ പാർട്ട് വി ഹാവ്, ദിസ് ഈസ് ഗുപ്ത റീജിയൻ. ഈ കളേർഡ് റീജിയൻസ് എല്ലാം ഗുപ്ത എംപയറിൻ്റെ പാർട്ടാണ്. അറ്റ് ദ സദേൺ പാർട്ട് യു ക്യാൻ സീ വകതകാസ്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു സദാവാഹനാസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് 4 ചെറിയ ഡൈനാസ്റ്റീസ് ആവുമെന്ന്. അവിടെ ഡെക്കാൻ റീജിയൻ റൂൾ ചെയ്യുന്നതായിരുന്നു വകതകാസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഫേസിൽ ഫ്രം 230 to 250 CE തുടങ്ങി we can see Guptas and Vakatakas as the major dynasties. And again, this is the question from 2020. Can you please answer it? 20 seconds there. ഓക്കെ, അഗെയിൻ പ്ലേസസ് ആണ് ചോദിച്ചേക്കുന്നത്. ഘണ്ടശാല, കഡൂര ആൻഡ് ചൗ. Yeah, the answer is A, that is ports handling foreign trade. So you can see ഘണ്ടശാല ഇവിടെ കഡൂര കൊടുത്തിട്ടുണ്ട്. ഘണ്ടശാല ഈസ് ഓൾസോ ഈസ്റ്റേൺ കോസ്റ്റിലുള്ള പോർട്ടാണ്. ആൻഡ് ചൗൾ ഈസ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട്, അതായത് മുംബൈ റീജിയനിലുള്ള പോർട്ടാണ് ചൗൾ. ഓക്കെ, yeah, A right answer ആണ്. Now next question, again നമ്മൾ നേരത്തെ കണ്ടതുപോലെ സംഘത്തിലും ഇത് തന്നെയാണ് ചോദിച്ചത്. പോർട്സിൻ്റെ നെയിംസ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേർഡ് മീനിങ്. സോ യു ക്യാൻ സി വിഷ്ടി ഹിയർ. സോ ഇതിൻ്റെ ആൻസർ ഇവിടെയും എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ് വാസ് കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ സ്റ്റേറ്റ്, എ സോർട്ട് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ ദ പീപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ദ ഫോഴ്സ്ഡ് ലേബർ. സോ ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ദേ വിൽ ബി വർക്കിംഗ് ഫോർ ദ ഗുപ്ത എംപയർ.
that is Vishti. Okay. So we will see the rulers of Gupta Empire. The founder is Sri Gupta and the capital is established at Pataliputra. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു എല്ലാ മേജർ കിങ്ഡംസും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബീഹാർ പട്ടലിപുത്ര റീജിയനിൽ നിന്നാണ്. സോ ദ ക്യാപിറ്റൽ ഈസ് പട്ടലിപുത്ര ആൻഡ് യു ക്യാൻ സീ ദ ഫസ്റ്റ് മേജർ കിങ് ഇസ് ചന്ദ്രഗുപ്ത ഹു ഹാസ് സ്റ്റാർട്ടഡ് ദ റൂൾ ഫ്രം 319 CE. അപ്പോൾ ഈ 319നെയാണ് അല്ലെങ്കിൽ ചന്ദ്രഗുപ്തയുടെ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന എറയാണ് ഗുപ്ത എറ എന്ന് പറയുന്നത്. ഓക്കെ, നൗ യു ക്യാൻ സീ ഇവിടെ സെക്കൻഡ് റൂളറായിട്ട് വരുന്നത് സമുദ്രഗുപ്തയാണ്. ആൻഡ് യു ക്യാൻ സി സമുദ്രഗുപ്തയുടെ ടൈമിൽ മേജർ എക്സ്പാൻഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് ദ കിങ്ഡംസ് അറ്റ് ദിസ് ടൈം ആർ നോൺ ആസ് ആര്യവർത്ത. അതായത് സമുദ്രഗുപ്ത ആദ്യം ക്യാപ്ചർ ചെയ്യുന്ന ഗംഗാ പ്ലെയിൻസിലുള്ള റീജിയനെയാണ് ആര്യവർത്ത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങൾ അഗെയിൻ ടുവേർഡ്സ് ദ സൗത്ത് ഇറ്റ് സെൽഫ് അവിടുത്തെ കിങ്സ് എല്ലാം ട്രിബ്യൂട്ടറീസ് പേ ചെയ്യുന്നതായിട്ട് കാണാം. സോ that is rulers of Dakshina Pada. Southern rulers were paying tributaries to Samudragupta. Rulers of Dakshina Pada. And also സമുദ്രഗുപ്തയുടെ കോൺക്വസ്റ്റ് കാരണം തന്നെ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും സമുദ്രഗുപ്തയാണ്. ഓക്കെ, സോ യു ക്യാൻ സീ സമുദ്രഗുപ്താസ് court poet has given a prashasti for him, that is Allahabad inscription. So Allahabad inscription majorly സമുദ്രഗുപ്തയുടെ കോൺക്വസ്റ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിന് മുന്നേ തന്നെ ആ ഒരു ഇൻസ്ക്രിപ്ഷനിൽ വേറൊരു കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ദാറ്റ് ഇസ് അശോക. സോ അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ 3 കിങ്സിനെ കുറിച്ച് ആക്ച്വലി പറയുന്നുണ്ട്. ആദ്യത്തത് അശോകനാണ്, രണ്ടാമത്തത് സമുദ്രഗുപ്ത, and the third king is actually from the Mughal era, that is Jahangir. Okay. And this is written by Hari Sena. Hari Sena. Okay. And you can also see here a time period la കവിരാജ, അനുകമ്പവൻ എന്നൊക്കെ സമുദ്രഗുപ്തയ്ക്ക് എപ്പിത്തറ്റ്സ് ഉള്ളതായിട്ട് കാണും. സോ കവിരാജ ബിക്കോസ് ഹി യൂസ് ടു പ്ലേ വീണ ആൻഡ് ദർ ആർ കോയിൻസ് വിച്ച് ഡെപ്പിക്റ്റ് ദിസ്. ഓക്കെ, കോയിനേജിൻ്റെ ടൈമിൽ നമ്മൾ ഇൻഡോ ഗ്രീക്സിൻ്റെ ടൈം തൊട്ട് തന്നെ പറഞ്ഞിരുന്നു ദേ വെർ ദ വൺസ് ഹു സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ഗോൾഡ് കോയിൻസ് എന്ന്. കുഷാനാസ് വരുമ്പോഴത്തേക്കും ദേ ആർ ദ വൺസ് ഹു ഗേവ് പ്യുവർ ഗോൾഡ് കോയിൻസ്. ആൻഡ് ഗുപ്താസിൻ്റെ ടൈം ആകുമ്പോഴത്തേനും യു ക്യാൻ സി ലാർജസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് കൊടുക്കുന്നത് ഗുപ്ത എറയിലാണ്. ഓക്കെ, സോ കവരാജ ബിക്കോസ് ഹി ഈസ് സീൻ പ്ലേയിങ് വീണ ഇൻ ദീസ് കോയിൻസ്. ആൻഡ് അനുകമ്പവൻ ബിക്കോസ് എ ശ്രീലങ്കൻ കിങ് ഈസ് പെർമിറ്റഡ് ടു ബിൽഡ് മൊണാസ്ട്രീസ് നിയർ ബോധ്ഗയ. ദാറ്റ് ഇസ് മേഘവർമ്മൻ. ആൻഡ് മേഘവർമ്മനാണ് അനുകമ്പവൻ എന്നുള്ള എപ്പിത്തറ്റ് സമുദ്രഗുപ്തയ്ക്ക് കൊടുക്കുന്നത്. And from there the most important ruler Chandragupta II 380 to 412, he is known as Sakari. Sakari എന്ന് പറയുമ്പോൾ the destroyer of Sakas. സോ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സാക്കാസ് ഏകദേശം 4th century AD വരെയൊക്കെ ഇവിടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ചന്ദ്രഗുപ്ത ആക്ച്വലി സാക്കാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫീറ്റ് ചെയ്യുകയും വെസ്റ്റേൺ കോസ്റ്റിലുള്ള പോർട്സിൻ്റെ ആക്സസ് ഗുപ്താസിന് കിട്ടുകയും ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഓൾസോ സീ ഫാ ഹാൻ, ദാറ്റ് ഈസ് ചൈനീസ് ബുദ്ധിസ്റ്റ് സ്കോളർ വിസിറ്റിംഗ് ചന്ദ്രഗുപ്ത II's court. മേജർലി നമ്മൾ ഏൻഷ്യൻ ആൻഡ് മിഡീവൽ പഠിക്കുമ്പോൾ 3 മേജർ ചൈനീസ് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫാഹയാൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു എറയിൽ തന്നെ യു ക്യാൻ സീ മേജർ വർക്ക്സ്, ലിറ്റററി വർക്ക്സ് ആൻഡ് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻസ് ദിസ് പീരിയഡ്. സോ ദേവി ചന്ദ്രഗുപ്തം ഈസ് റിട്ടൺ ബൈ വിശാഖദത്ത.
Okay, it is about the reign of Chandragupta II. And you can also see Mehroli iron pillar. Mehroli iron pillar ന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്? റെസ്റ്റ് ചെയ്യാത്ത ഒരു അയൺ പില്ലറാണ്. തുരുമ്പെടുത്തിട്ടില്ല. ഇത്രയും നാളായി ഗുപ്ത എറയിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ റസ്റ്റ് ഫ്രീ അയൺ പില്ലർ ഇൻ ഡൽഹി. സോ ഇതും ചന്ദ്രഗുപ്ത ടൂവിൻ്റെ ടൈമിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഈസ് ഓൾസോ ഉദയഗിരി കേവ് ഇൻസ്ക്രിപ്ഷൻസ് which says that Chandragupta II is referred to as Digvijaya in Udayagiri cave inscriptions in MP. Okay, Digvijaya എന്ന് പറയുമ്പം അത്രയും ലാൻഡ് കോൺക്വർ ചെയ്തത് കൊണ്ടാണ് ദിഗ്വിജയ എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, now later rulers ആയിട്ട് you can see Kumaragupta and Skandagupta. And after this there is again invasion of a tribe, that is White Huns. നമ്മൾ മൗര്യാസ് കഴിഞ്ഞിട്ട് ഒരു ഇൻവേഷൻ പറഞ്ഞായിരുന്നു, ട്രൈബൽ ഇൻവേഷൻസ്. അതുപോലെ തന്നെ ഗുപ്താസിൻ്റെ ലേറ്റർ പീരീഡിലേക്ക് വരുമ്പോഴും യു ക്യാൻ സി വൈറ്റ് ഹുൻസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ആൻഡ് ഓൾസോ കുമാരഗുപ്ത ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് Nalanda University. He is the one who founded the Nalanda University. നമ്മൾ വീണ്ടും അത് റീഇനാഗ്രേറ്റ് ചെയ്തു, അവിടെ കോഴ്സസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ദ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് we will see some terms related to the Gupta dynasty. First is Kumara Amatyas, meaning ministers അല്ലെങ്കിൽ officials. സോ ഇവിടെ വരുമ്പോഴത്തേക്കും ഗുപ്ത ഡൈനാസ്റ്റിയിലേക്ക് വരുമ്പോഴത്തേനും യു ക്യാൻ സീ ദീസ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എന്ന് പറയുന്ന പോസ്റ്റ് മോസ്റ്റ്ലി ഹെറിഡിറ്ററി ആവുന്നത് കാണാം. നമ്മൾ മൗര്യൻ ടൈംസിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കണ്ടു. ആൻഡ് ഒരുപാട് ലെവൽസ് ഓഫ് കമ്മിറ്റീസും കൗൺസിലേഴ്സും മിനിസ്റ്റേഴ്സും ആ ടൈമിലുണ്ടായിരുന്നു. ഗുപ്തയിലോട്ട് വരുമ്പോൾ മേജർലി ഹെറിഡിറ്ററി ആവുകയും ഒരു ഓഫീസ് തന്നെ പല ഓഫീസ് തന്നെ ഒരാൾ ഡീൽ ചെയ്യുന്നതായിട്ടും കാണാം. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? എഫിഷ്യൻസി കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. വൺ ഓഫ് ദ റീസൺസ് ഫോർ ഡിസിൻറ്റഗ്രേഷൻ ആസ് വെൽ. ഓക്കെ, നെക്സ്റ്റ് ടേം ഈസ് ഭുക്തി. ഭുക്തി എന്ന് പറയുന്നത് പ്രൊവിൻസസിനെയാണ്. ഓക്കെ, ആൻഡ് ഈ ടൈമിൽ പ്രൊവിൻസസ് വെയർ ഹെഡഡ് ബൈ ഒഫീഷ്യൽസ് who were called as Uparikas. Provinces-ന്റെ താഴെ you can see Vishayas അല്ലെങ്കിൽ districts. സബ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ പേര് വിധീസ് എന്നാണ്. ആൻഡ് അണ്ടർ ദാറ്റ് യു ക്യാൻ സി ഗ്രാമാസ് ഓർ വില്ലേജസ്. ഓക്കെ, സോ provinces headed by Uparikas, then Vishayas. ഡിസ്ട്രിക്ട്സിനെയാണ് വിഷയാസ് എന്ന് പറയുന്നത്, സബ് ഡിസ്ട്രിക്റ്റിനെ വിധീസ് എന്നാണ് പറയുന്നത്. ആൻഡ് യു ക്യാൻ സേ വില്ലേജസ്, ദാറ്റ് ഈസ് ഗ്രാമ. വിഷ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഫോഴ്സ്ഡ് ലേബറിനെയാണ് വിഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഈസ് ഭക്തി. ഗുപ്ത പീരീഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ബുദ്ധിസവും ജൈനിസവും ഒക്കെയാണ് മൗര്യൻ ടൈമിൽ പറഞ്ഞത്. ഗുപ്ത ടൈമിലോട്ട് വരുമ്പോഴത്തേനും ദ കൾച്ചർ ഓഫ് ഭക്തി സ്റ്റാർട്ട്സ്. അതായത് ഭാഗവത എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗോഡ് ഈസ് ഗിവിങ് അസ് ഗ്രേസ് അല്ലെ, ആസ് എ റിസൾട്ട് ഓഫ് അവർ പ്രേയേഴ്സ്. നമ്മൾ ഭക്തി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഭാഗ അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂൺ ഗോഡ് തിരിച്ചു തരുന്നു. അപ്പോൾ ഇതാണ് ഭക്തിയുടെ ബേസിക് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ഗുപ്ത പീരീഡിലാണ്. ആൻഡ് ആസ് എ റിസൾട്ട് യു ക്യാൻ ഓൾസോ സീ major temple construction starting during the Gupta period. നേരത്തെ നമ്മൾ പറഞ്ഞു നോർത്തിൽ ഗുപ്താസ് റൂൾ ചെയ്യുന്ന സമയത്ത് സൗത്തിൽ വകതകാസ് ആണ് റൂൾ ചെയ്യുന്നത്. ജസ്റ്റ് ഫൗണ്ടേഴ്സ് ആരാണ്, മേജർ കിങ്സ് ആരാണെന്ന് മാത്രം ഒന്ന് നോക്കി വെക്കുക. ദാറ്റ് ഈസ് വിന്ധ്യശക്തി ഏകദേശം 250 CE തന്നെയാണ് വിന്ധ്യശക്തി റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് 2 കിങ്സ് ആർ രുദ്രസേന ആൻഡ് ഹരിസേന. ആൻഡ് രുദ്രസേന 2 ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ സമയത്ത് ഹീസ് എ കണ്ടംപററി ഓഫ്
Chandragupta II, and they also have matrimonial alliances. Okay, അപ്പം ഈ ഒരു സമയത്തേക്കും ഗുപ്താസിൻ്റെ ഇൻഫ്ലുവൻസ് വകതക റീജിയനിലോട്ടും വരുന്നതായിട്ട് കാണാം ബൈ ദീസ് മാട്രിമോണിയൽ അലയൻസസ്. ഓക്കെ, ആൻഡ് തേർഡ് ഇമ്പോർട്ടൻറ്റ് കിങ് അഗെയിൻ 500 AD ടുവേർഡ്സ് ദ ലേറ്റർ പീരിയഡ് ആണ് ഹരിസേന എന്ന് പറയുന്ന ഒരു കിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഹീ ഈസ് important because he is also associated with the Ajanta caves. Mostly ഹരിസേനയുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അജന്ത കേവ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വൈ വകതകാസ് ആർ ഇമ്പോർട്ടൻറ്റ്. So this is the timeline that we are discussing from 275 CE to 500 CE. 319 Chandragupta I start cheyidu Gupta rule, and this is known as the Gupta era. And then we saw Samudragupta and Chandragupta II at the same time. In the southern side we can see Vakatakas, and Chandragupta II contemporary ആയിട്ടാണ് നമ്മളിപ്പം രുദ്രസേനയെ പറഞ്ഞത്. ഓക്കെ, ഓഫ് Vakatakas. From here we will go to the post-Gupta era. അപ്പം ഗുപ്ത എറയുടെ ടൈം പീരീഡിൽ യു സോ 2 ഡൈനാസ്റ്റീസ് അല്ലേ, നോർത്തിൽ ഒരു ഡൈനാസ്റ്റി, സൗത്തിൽ ഒരു ഡൈനാസ്റ്റി നമ്മൾ കണ്ടു. പക്ഷേ പോസ്റ്റ് ഗുപ്ത എറ ആകുമ്പം നേരത്തെ നടന്ന പോലെ തന്നെ വെൻ ട്രൈബൽ ഇൻവേഷൻ കെയിം ഇൻ ഒരുപാട് ഡൈനാസ്റ്റീസ് എമേർജ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ മേജർലി ഈ ഡൈനാസ്റ്റീസ് എല്ലാം എമേർജ് ചെയ്യുന്നത് ഗുപ്താസിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ടിരുന്ന ആൾക്കാർ പുതിയ പുതിയ ഡൈനാസ്റ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ഈസ് പുഷ്യഭൂതീസ്, മൗഖാരീസ്, ലേറ്റർ ഗുപ്താസ്, ആൻഡ് ഈസ്റ്റേൺ സൈഡിൽ യു ക്യാൻ സി വർമൻസ്, ഗുജറാത്തിൽ യു ക്യാൻ സി മൈത്രകാസ്, ആൻഡ് സതേൺ സൈഡിൽ ചാലുക്യാസ് ആൻഡ് മേജർലി പല്ലവാസ്. ഓക്കെ, അപ്പം ആഫ്റ്റർ 500 CE യു ക്യാൻ സി നോർത്തിലും മേജർലി 3 ഡൈനാസ്റ്റീസ് കാണാം, പുഷ്യഭൂതി, മൗഖാരി ആൻഡ് മൈത്രകാസ്. സൗത്തിലോട്ട് വരുമ്പം ഇറ്റ് ഇസ് ചാലുക്യ, പല്ലവ ആൻഡ് പാണ്ഡ്യ. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഷോഡ് ഹിയർ. വിൽ സ്റ്റാർട്ട് വിത്ത് പുഷ്യഭൂതി. സോ മിഡ് 6th century CE, അതായത് 550 AD ടൈം പീരീഡിലൊക്കെയാണ് പുഷ്യഭൂതി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഹരിയാന റീജിയനിലാണ്, നമ്മൾ നേരത്തെ കണ്ടു നോർത്തേൺ സൈഡിലാണ് പുഷ്യഭൂതീസ് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദർ ക്യാപിറ്റൽ ഈസ് താനേശ്വർ. ആൻഡ് മേജർ റൂളറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹർഷവർദ്ധനയാണ്. ദാറ്റ് ഈസ് ബൈ ദ ടൈം ഓഫ് ഹർഷവർദ്ധന മൗഖാരീസ് ഒക്കെ ഡിസിൻറ്റഗ്രേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു മേജർ ഏരിയ ഫുള്ള് പുഷ്യഭൂതീസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഹർഷവർദ്ധന ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു ക്യാൻ സി പുഷ്യഭൂതീസ് നോർത്തിൽ റൂൾ ചെയ്യുമ്പോൾ ചാലുക്യാസ് ഈസ് റൂളിംഗ് ഇൻ ദ സൗത്ത്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ മേജർ ബാറ്റിൽ ബിറ്റ്വീൻ ദിസ് പുഷ്യഭൂതീസ് ആൻഡ് ചാലുക്യാസ്, ദാറ്റ് ഈസ് ബാറ്റിൽ ഓഫ് നർമ്മദ. CEയിലാണ് ബാറ്റിൽ ഓഫ് നർമ്മദ നടക്കുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഹർഷവർദ്ധന ആൻഡ് പുലകേശിൻ II ഓഫ് ചാലുക്യാസ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കിങ് ഓഫ് ചാലുക്യ ആണ്. വിൽ ഡീൽ വിത്ത് ദാറ്റ് ലേറ്റർ. സോ ബാറ്റിൽ ഓഫ് നർമ്മദ ഇസ് ബിറ്റ്വീൻ ഹർഷവർദ്ധന ആൻഡ് പുലകേശിൻ II. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചൈനീസ് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് 3 പേരാണ് മേജർലി വന്നതെന്ന്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഹ്വൻസാങ്, ആൻഡ് ഹീ ഈസ് വിസിറ്റിംഗ് ഹർഷവർദ്ധനാസ് കോർട്ട് ആൻഡ് ഓൾസോ പുലകേശിൻ II's കോർട്ട് അറ്റ് ദിസ് പീരിയഡ്. ഓക്കെ, സോ ഹ്വൻസാങ് ആണ് സെക്കൻഡ് ചൈനീസ് ബുദ്ധിസ്റ്റ് സ്കോളർ വിസിറ്റിംഗ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ആൻഡ് ഹി ഹാസ് വിസിറ്റഡ് Nalanda University as well. And you can see ഈ ഒരു ടൈം പീരിയഡിൽ there are scholars in Harshavardhana's court, that is Banabhatta, Mayura and
Bhartrhari. Banabhatta has written Harsha Charita. Court poet aanu, and he has written Harsha Charita. And Harshavardhana himself was a major scholar, and he has written 3 major works during this period, that is Priyadarshika, Nagananda and Ratnavali. Okay. So Harshavardhana is known for Battle of Narmada and also for his works Priyadarshika, Nagananda and Ratnavali. Okay. So we told that ഇവിടെ നോർത്തിൽ പുഷ്യഭൂതിസും സൗത്തിൽ ചാലുക്യാസും ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ വിൽ ഡീൽ വിത്ത് ചാലുക്യാസ് നൗ. ചാലുക്യാസിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത് പുലകേശനാണ്. പുലകേശൻ 535 CE ടൈമിലാണ് ഈ ഡൈനാസ്റ്റി സൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ക്യാപിറ്റലായിട്ട് വരുന്നത് ബദാമിയാണ് കർണാടകയിലെ. ആൻഡ് മേജർ റൂളർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുലകേശൻ 2, ആൻഡ് ഹിസ് അച്ചീവ്മെൻറ്റ്സ് ആർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ, and that is written by his court poet Ravi Kirti. We talked about Battle of Narmada with Harshavardhana. And also we can see major battles happening with the Pallava dynasty. Southern point lote you can see Pallavas, and Pallavayil Mahendravarman ennu parayna king undu. So it is with him that Battle of Pulallur is happening. These 2 battles are with Pallavas. So first is with Mahendravarman 1 and second is with Narasimha Varman. And here Mahendravarman is defeated. Here Pulakeshin 2 is defeated by Narasimha Varman. Okay. So with this Pulakeshin 2's rule comes to an end. Last ruler ennu namukku parayan pattunnathu Krithivarman aanu, that is towards 757. From there Chalukyas is giving way to Rashtrakuta dynasty. Rashtrakutas officials ആയിട്ട് വരുന്നതാണ് ചാലുക്യാസിൻ്റെ. By 757 Rashtrakutas is establishing their rule in the subcontinent. And Chalukyas are Chalukyas are known for Vesara style temples. അതായത് പട്ടടക്കൽ region, മലപ്രഭ river, കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആണ് അഗെയിൻ. ഈ മലപ്രഭ റിവറിൻ്റെ തീരത്ത് മേജർ ടെമ്പിൾ കൺസ്ട്രക്ഷൻസ് കാണാം. ദാറ്റ് ഈസ് പട്ടടക്കൽ ടെമ്പിൾസ്, ആൻഡ് ദാറ്റ് ഈസ് ഇൻ എ സ്പെഷ്യൽ സ്റ്റൈൽ, ദാറ്റ് ഈസ് വെസറ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയും. നമ്മൾ ആർക്കിടെക്ചർ ക്ലാസ്സസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളിതിനെക്കുറിച്ച് പഠിക്കും. ബട്ട് ഈ ഒരു ടൈം പീരീഡിലാണ് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ പട്ടടക്കൽ. ഓക്കെ. So from here we will see the third major dynasty, that is Pallavas, towards the southern end. Okay. Again നമ്മൾ പറഞ്ഞ mid 6th century തന്നെയാണ് പല്ലവാസ് റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൗണ്ടർ ഈസ് സിംഹ വിഷ്ണു. ക്യാപിറ്റൽ ഈസ് അറ്റ് കാഞ്ചീപുരം. മേജർ റൂളേഴ്സ് നമ്മൾ പറഞ്ഞു. മഹേന്ദ്രവർമ്മൻ, ബാറ്റിൽ ഓഫ് പുളല്ലൂർ നമ്മൾ സംസാരിച്ചിരുന്നു, ആൻഡ് നരസിംഹവർമ്മൻ നമ്മൾ സംസാരിച്ചിരുന്നു, മണിമംഗല, ബാറ്റിൽ ഓഫ് മണിമംഗല. ആൻഡ് യു ക്യാൻ ഓൾസോ സി ഇവിടെയും ഈ ഒരു ടൈം പീരീഡിലാണ് മേജർ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഓക്കെ. അതായത് മഹാബലിപുരം, ടെമ്പിൾസ് ഓഫ് മഹാബലിപുരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ടെമ്പിൾസ് ഓഫ് മഹാബലിപുരം
നരസിംഹവർമ്മൻ്റെ ടൈമിലാണ് നടക്കുന്നത്. ഹീ ഈസ് ഓൾസോ നോൺ ആസ് മമ്മല്ല, ഓക്കെ, ഹു ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ സിറ്റി ഓഫ് മഹാബലിപുരം. ആൻഡ് ലാസ്റ്റ് റൂളറായിട്ട് പറയുന്നത് അപരാജിതവർമ്മനാണ്. ഹീ ഈസ് ഡിഫീറ്റഡ് ബൈ ചോലാസ്, ദാറ്റ് ഈസ് medieval Cholas. So that is about Pallavas. So majorly we were discussing about all these dynasties from 500 CE to 880 CE വരെയുള്ള. We'll go through that once more. You can see ഏകദേശം 500 CE തുടങ്ങുമ്പോൾ തന്നെ പുഷ്യഭൂതി എന്ന് പറയുന്നതാണ് മേജർ ഡൈനാസ്റ്റി നോർത്തേൺ പാർട്ടിൽ. ആൻഡ് യു ക്യാൻ സി എ സ്മോൾ ഡൈനാസ്റ്റി ഇൻ ദ കണ്ണൗജ് റീജിയൻ, ദാറ്റ് ഈസ് മൗഖാരിസ്. സോ പുഷ്യഭൂതീസ് ഇസ് മേജർ റൂളറായിട്ട് വരുന്നത് ഹർഷവർദ്ധനയാണ്. ആൻഡ് ആഫ്റ്റർ ഹർഷവർദ്ധന പുഷ്യഭൂതീസ് ആർ ഡിസിൻറ്റഗ്രേറ്റിംഗ്. അതേസമയം സൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ചാലുക്യ ഡൈനാസ്റ്റി ആൻഡ് ഓൾസോ Pallava dynasty. Chalukyasinte Pulakeshin II is a contemporary of Harshavardhana, and also Pallavasle we saw about Mahendravarman and Narasimhavarman. Okay, so this is what we are discussing. നിങ്ങൾ ടൈംലൈൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മാം ഓരോ കിങ്ങിൻ്റെയും ടൈം പീരീഡും ഓർത്ത് വെക്കണോ, ജനറലായിട്ട് ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡ് നോക്കിയാൽ മതി? ജനറലായിട്ട് നിങ്ങൾ ടൈം പീരീഡ് ഡൈനാസ്റ്റീസിൻ്റെ ടൈം പീരീഡ് അറിഞ്ഞിരുന്നാൽ മതി. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഈ മേജർ കിങ്സ് ഉണ്ടല്ലോ, ഹർഷവർദ്ധന റൂൾ ചെയ്ത സമയത്താണ് കണ്ടംപററി ആയിട്ട് പുലകേശൻ ഉണ്ടായിരുന്നത്. ആ ഒരു ലെവലിൽ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ പുലകേശിൻ്റെ കണ്ടംപററി ആയിരുന്നു മഹേന്ദ്രവർമ്മൻ ഫ്രം പല്ലവാസ് അല്ലെങ്കിൽ നരസിംഹവർമ്മ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതല്ലാതെ ഓരോ കിങ്ങിൻ്റെയും, ഇപ്പം നമ്മൾ ഈ സ്ലൈഡ്സിൽ പറഞ്ഞതുപോലെ ഓരോ കിങ്ങിൻ്റെയും ടൈം പീരീഡ് ഓർത്ത് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദ്രഗുപ്ത ഫസ്റ്റ് ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്യുന്നത് 319 AD പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ മേജർ ബുക്സിൻ്റെ പേരുകൾ ആരുടെ കോട്ട് പോയിറ്റ് ആയിരുന്നു. ഇപ്പോൾ രവികീർത്തി എന്ന് പറഞ്ഞു, അത് പുലകേശൻ II കോട്ട് പോയിറ്റാണ്. അപ്പോൾ കോട്ട് പോയിറ്റ്സ് ആരൊക്കെയാണ്, അവരുടെ ടൈം പീരീഡ് എന്ന് ചോദിച്ചാൽ ഇപ്പം പുലകേശൻ II ടൈമിലാണല്ലോ രവികീർത്തി ഉള്ളത്, അല്ലെങ്കിൽ ഹർഷവർദ്ധനയുടെ ടൈമിലാണല്ലോ ഹരിസേന ഉള്ളത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ആൻഡ് ഈ ഒരു ലാർജർ പിക്ചർ യു ഷുഡ് നോ. അതായത് പോസ്റ്റ് ഗുപ്ത പീരീഡ് ഒരു 550 to 750 AD ഏതൊക്കെയാണ് മേജർ ഡൈനാസ്റ്റീസ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറയാൻ കാരണം റീസെൻ്റായിട്ട് I'll show you the question 1 minute. Okay, 21-ൽ UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. Can you please go through and answer this question? ആൻസർ ബി എന്ന് പറയുന്നത് സോ ഇവിടെ റൈറ്റ് ആൻസർ ഈസ് ബി. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസിഷൻ പീരീഡിൽ ഏതൊക്കെയാണ് ചെറിയ ഡൈനാസ്റ്റീസ് എന്ന് ഓർത്ത് വെക്കേണ്ടതായി വരുന്നത്. ഓക്കെ, സോ ഇവിടെ ആഫ്റ്റർ ദ റൂൾ ഓഫ് ഗുപ്താസ് ഓഫ് മഗധ, അതായത് ലേറ്റർ ഗുപ്താസ് എന്ന് പറഞ്ഞാൽ ഗുപ്താസ് ഒറ്റ ടൈം പീരീഡിൽ എക്സ്റ്റിങ്ക്വിഷ് ആയി പോകുന്നതല്ലല്ലോ, ഒരു ചെറിയ ഡൈനാസ്റ്റി വിൽ സ്റ്റേ ദെയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗുപ്താസ് ഓഫ് മഗധ എവിടെ ഉണ്ട്, പരമാറാസ് ഓഫ് മൽവ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല. നെക്സ്റ്റ് യു ക്യാൻ സി പുഷ്യഭൂതീസ് ഓഫ് താനേശ്വർ, ദാറ്റ് ഈസ് വാട്ട് വി ഡിസ്കസ് നൗ, ഹർഷവർദ്ധന. പിന്നെ മൗഖാരീസ് ഓഫ് കണ്ണൗജ് നമ്മൾ കണ്ടു. യാദവാസ് ഓഫ് ദേവഗിരി അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. മൈത്രഗാസ് ഓഫ് വല്ലഭിയും നമ്മൾ കണ്ടു. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ബിക്കമിങ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
സോ ഈ ട്രാൻസിഷൻ ടൈം പീരീഡിൽ, അതിപ്പം പോസ്റ്റ് ഗുപ്ത പീരീഡിലാണെങ്കിലും പോസ്റ്റ് മൗര്യൻ പീരീഡിലാണെങ്കിലും മിഡീവലിലോട്ട് വരുമ്പോഴാണെങ്കിലും ഇവിടെ എല്ലാം ആ ട്രാൻസിഷൻ പീരീഡിൽ ഈ ചെറിയ ഡൈനാസ്റ്റി എങ്ങനെയാണ് കോ എക്സിസ്റ്റ് ചെയ്തിരുന്നത്, ഏതൊക്കെയാണ് മേജർ ഡൈനാസ്റ്റീസ് എന്നുള്ള രീതിയിലൊന്ന് ആ ഒരു ടൈം ലൈൻ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 21 ബേസിക്കലി 20 തുടങ്ങി 24 വരെയുള്ള UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, പല ടൈം പീരീഡിലെയും ഏതൊക്കെയാണ് ചെറിയ കിങ്ഡംസ് എന്നുള്ളത് UPSC ചോദിക്കുന്നുണ്ട്. സോ എഗെയിൻ ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് 757 അല്ലെങ്കിൽ 750 തൊട്ട് വി ക്യാൻ സി അതർ മേജർ ഡൈനാസ്റ്റീസ് എമർജിങ്. അതായത് ഗുപ്താസിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ടിരിക്കുന്ന ഡൈനാസ്റ്റീസ് തന്നെ ഫ്യൂഡേറ്ററീസ് ആയിട്ട് വരുന്ന ആൾക്കാർ പുതിയ ഡൈനാസ്റ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് മേജർലി 3 ഡൈനാസ്റ്റീസ് ആണ് അവിടെ വരുന്നത്. ദാറ്റ് ഈസ് രാഷ്ട്രകൂട്ടാസ്, പ്രതിഹാരാസ് ആൻഡ് പാലാസ്. ആൻഡ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വാസ് ഇൻ ദ ഗുപ്ത പീരീഡിൽ നമ്മളിവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാട്ടലിപുത്രയായിരുന്നു അല്ലേ. ഈ ഒരു പ്ലേസ് ആയിരുന്നു നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പുഷ്യഭൂതീസ് ഓഫ് താനേശ്വർ വരുമ്പോഴത്തേക്കും യു ക്യാൻ സി ഇമ്പോർട്ടൻസ് ഗോയിങ് ടു ദ നോർത്തേൺ പാർട്ട്. ആൻഡ് ഫൈനലി യു ക്യാൻ സി ദിസ് പ്ലേസ് കണ്ണൗജ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ മിലിറ്ററി ആക്സസും കാര്യങ്ങളും എല്ലാ സൈഡിലേക്കും പോകാൻ പറ്റുന്നത് കാരണം നോർത്ത് വെസ്റ്റിൽ നിന്നാണ് നമുക്ക് ഇൻവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ കൂടുതൽ ഡിഫെൻഡ് ചെയ്യാനും എല്ലാം പെട്ടെന്ന് മിലിറ്ററിയെ റിലീസ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു പ്ലേസിൽ നിന്നാണ്, കണ്ണൗജിൽ നിന്ന്. സോ കണ്ണൗജ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ബൈ 750 CE. ആൻഡ് മേജർ ഡൈനാസ്റ്റീസ് എല്ലാം ഈ കണ്ണൗജ് അക്വയർ ചെയ്യാൻ നോക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഫ്രം ഹിയർ വി വിൽ സി these 3 dynasties. And again 2020 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാൻസിഷൻ പീരീഡിൽ നിന്നല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിൽ കം ടു ദിസ് ക്വസ്റ്റ്യൻ ആഫ്റ്റർവേർഡ്സ്. പോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റീസിൽ ഫ്രം 750 to 1200 നമുക്ക് മേജർലി നോർത്തിൽ 3 ഡൈനാസ്റ്റീസ് ആണ്, പാല, പ്രതിഹാര ആൻഡ് രാഷ്ട്രകൂട. ആൻഡ് സൗത്തിൽ ഇറ്റ് ഈസ് ചോല ഡൈനാസ്റ്റി. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് Pala dynasty, that is the founder is Gopala. Okay, അപ്പോൾ 750 CE ആകുമ്പോഴത്തേക്കും ഗോപാല is starting the Pala dynasty. Again നമ്മുടെ ആ ഗംഗ പ്ലെയിൻസ് റീജിയനിലാണ് പാല ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. മേജർ റൂളേഴ്സ് ആയിട്ട് വരുന്നത് ഇസ് ധർമ്മപാല ആൻഡ് മഹിപാല 1. ഇവിടെ നമ്മൾ നേരത്തെ നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഹിയർ യു ക്യാൻ സി അതർ യൂണിവേഴ്സിറ്റീസ് സച്ച് ആസ് ഉദ്ദാന്തപുരി, വിക്രംശില, ആൻഡ് സോമർപ്പ. ഓക്കെ, അപ്പോൾ ഗോപാലയാണ് ഉദ്ദാന്തപുരി ബുദ്ധിസ്റ്റ് ലേണിംഗ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ധർമ്മപാല ഈസ് എസ്റ്റാബ്ലിഷിംഗ് these 2 Buddhist learning centers അല്ലെങ്കിൽ viharas, Buddhist viharas where Buddha scholars reside. Okay, so Dantapuri by Gopala and Dharmapala establishes Vikramshila and Soma Rupa. And Mahipala 1 കുറച്ചുകൂടെ ലേറ്റർ പീരീഡിലാണ് വരുന്നത്. യു ജസ്റ്റ് സീ ദിസ് ടൈം ലൈൻ ബിക്കോസ് ഈ ഒരു പീരീഡിലാണ് നമ്മൾ PS1 ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ ചോലയുടെ കോൺക്വസ്റ്റുകൾ കണ്ടു കാണും അല്ലേ. അപ്പോൾ ചോല മേജർലി നോർത്തിലോട്ട് കോൺക്വർ ചെയ്യുന്നതായിട്ട് കാണാം. സോ മഹിപാല ഈസ് ആക്ച്വലി ഡിഫീറ്റഡ് ബൈ എ ചോല കിങ് ഇൻ ദിസ് പീരീഡ്. ഓക്കെ, ആൻഡ് ബംഗാൾ വരെയും ആൻഡ് ടുവേർഡ്സ് ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് വരെയും ചോല ഈ ടൈമിൽ എക്സ്പാൻഷൻ നടത്തുന്നുണ്ട്. സോ മഹിപാല ഈസ് ഡിഫീറ്റഡ് ബൈ ചോല. Okay, so that is the first dynasty, Pala dynasty. Next we will see Pratihara dynasty. So Pratihara dynasty യുടെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്
ഹരിചന്ദ്രയാണ്. ആൻഡ് മേജർ റൂളേഴ്സ് ആർ നാഗഭട്ട 1 and 2 and Mihir Bhoja. Third important ruler is Mahendra Pala. Okay, ഈ മിഹിർ ഭോജയും മഹേന്ദ്രപാലയും നാഗഭട്ടയും UPSC പലപ്പോഴും ഓപ്ഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് മോസ്റ്റ്ലി ഒരു ഡൈനാസ്റ്റിയുടെ പേര് തരികയും കിങ്ങിൻ്റെ പേര് തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് എന്ന ലെവലിലാണ് UPSC ചോദിക്കാറ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഈ ഒരു ടൈം പീരീഡിൽ ഏതൊക്കെയായിരുന്നു മേജർ റൂളേഴ്സ് എന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഇസ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി. ഫൗണ്ടർ ഈസ് ദന്തി ദുർഗ് 757. നമ്മൾ ചാലുക്യാസിനെ ഡിഫീറ്റ് ചെയ്ത്, കൃതിവർമ്മനാണ് ചാലുക്യാസിൻ്റെ ലാസ്റ്റ് റൂളർ. കൃതിവർമ്മനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് രാഷ്ട്ര. ആൻഡ് ഇറ്റ് ഈസ് ഇൻ കർണാടക റീജിയൻ. ക്യാപിറ്റൽ ഈസ് മാന്യഖേദ. മേജർ റൂളേഴ്സ് ആയിട്ട് വരുന്നത് കൃഷ്ണ 1 ആൻഡ് അമോഘ വർഷയാണ്. സോ Krishna 1 is important because he has many contributions in Ellora caves. Okay, Ajita and Ellora caves in Ellora caves you can see the contributions of Krishna 1. And Amogha Varsha was an important ruler because he was a literary scholar. And നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ this king have written certain works, that is Kavirajmarg, and this is in Kannada language. Next is Prashnottara Ratna Maliga. ഇത് രണ്ടും അമോഘവർഷൻ്റെ മേജർ വർക്ക്സ് ആണ്. ആൻഡ് ദിസ് ഈസ് ഇൻ സാൻസ്ക്രിറ്റ്. ഓക്കെ. സോ നമ്മൾ 750 to 1200 നോർത്തിലുള്ള മേജർ ഡൈനാസ്റ്റീസ് പാല, പ്രതിഹാര, രാഷ്ട്രകൂടയാണ് നോക്കിയത്. ആൻഡ് ദീസ് 3 ഡൈനാസ്റ്റീസ് വെർ ഫൈറ്റിംഗ് ഫോർ കന്നൗജ് റീജിയൻ. അവിടെ പാലയിൽ വി സോ ഗോപാല ആൻഡ് ധർമ്മപാല. ഗോപാല എസ്റ്റാബ്ലിഷ്ഡ് ഒദ്ദാന്തപുരി യൂണിവേഴ്സിറ്റി ആൻഡ് ധർമ്മപാല വിക്രംശില, സോമരൂപ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റീസാണ് ധർമ്മപാല എസ്റ്റാബ്ലിഷ് ചെയ്ത്. ആൻഡ് വി ഓൾസോ സോ മഹിപാല ഹു ഈസ് ഡിഫീറ്റഡ് ബൈ എ ചോല കിങ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പ്രതിഹാര ഡൈനാസ്റ്റിയാണ് നോക്കിയത്. അവിടെ ഫൗണ്ടറായിട്ട് വരുന്ന ഹരിചന്ദ്രയാണ്. മേജർ റൂളേഴ്സ് ആർ നാഗഭട്ട, മിഹിർ ഭോജ എക്സെട്ര. And then we saw Rashtrakuta. Founder is Dandi Durg and capital is at Karnataka region. Manyakheda. Major rulers at Amogha Varsha nammal parnu, and his works are Kavirajmarg and Prashnottara Ratna Malik. Okay. With that we'll take a 5 minutes break and we'll start with the Chola dynasty.
Okay, welcome back. നമ്മൾ Tripartite struggle, Pala, Pratihara, Rashtrakutas for the Kannauj region. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. We saw the major rulers and their contributions. Now we will move on to medieval Chola dynasty. Okay, medieval Chola dynasty എന്ന് പറയുമ്പോൾ you might have seen നേരത്തെ പറഞ്ഞ പോലെ PS1 സിനിമ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി medieval Chola dynasty ആണ്. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഓക്കെ, സോ വിൽ സി ചോല ഡൈനാസ്റ്റി ഏകദേശം സൗത്തിൽ തുടങ്ങി ഇവൻച്വലി ഞാൻ നേരത്തെ പറഞ്ഞു മഹിപാല വണ്ണിനെ കോൺകർ ചെയ്തുകൊണ്ട് പാല ഡൈനാസ്റ്റി അക്വയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ലേറ്റർ ദേ ആർ ഓൾസോ എക്സ്പാൻഡിങ് ടു ദ സൗത്ത് ഈസ്റ്റേൺ നേഷൻ. മലേഷ്യയിലെ റീജിയൻസും ഇന്തോനേഷ്യൻ പാർട്സുമെല്ലാം ചോല ഈ ടൈമിൽ അക്വയർ ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഫൗണ്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏകദേശം 850 CEയിൽ വി ക്യാൻ സി വിജയാലയ. ഓക്കെ, ആൻഡ് വിജയാലയ കഴിഞ്ഞ് വരുന്ന റൂളറാണ് ആദിത്യ വൺ. ആദിത്യ വൺ ഈസ് ആക്ച്വലി കോൺകറിങ് ദ പല്ലവ റീജിയൻ. നമ്മൾ പല്ലവാസ് നേരത്തെ ഡീൽ ചെയ്തപ്പോൾ ലാസ്റ്റ് റൂളറായിട്ട് അപരാജിതവർമ്മ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ആൻഡ് അപരാജിതവർമ്മ ഈസ് ആക്ച്വലി ഡിഫീറ്റഡ് ബൈ ആദിത്യ ആൻഡ് they are taking over the southern regions. Then the major rulers are Parantaka I and Rajendra I. Okay, by the time of Rajendra you can see he is acquiring regions here first one is Raja and second one is Rajendra. Okay, so after Parantaka you can see Rajaraja or Arulmozhi Varman എന്ന് പറയുന്നത് രാജരാജ 1 ആണ്. ആൻഡ് ഈ ഒരു ടൈം പീരീഡിൽ യു ക്യാൻ സി മേജർ കോൺക്വസ്റ്റ് ടു
Sri Lanka, Maldives, etc. അപ്പോൾ സദേൺ ഐലൻഡ് നേഷൻസ് ഒക്കെ രാജരാജ വണ്ണിൻ്റെ ടൈമിൽ തന്നെ കോൺകർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഹി ഈസ് ഓൾസോ രാജരാജ ഈസ് ഓൾസോ നോൺ ഫോർ എ ടെമ്പിൾ. എക്സ്ക്യൂസ്. Okay, so we were talking about Rajaraja 1. So Rajaraja 1ൻ്റെ ടൈമിലാണ് യു ക്യാൻ സി ബൃഹദീശ്വര ടെമ്പിൾ അല്ലെങ്കിൽ തഞ്ചാവൂർ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, ആൻഡ് ഈ ഒരു ടൈമിൽ ചോല ടൈം പീരീഡിൽ യു ക്യാൻ ഓൾസോ സീ ഈ കിങ്സിൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ ടെമ്പിൾസിൻ്റെ അകത്ത് വെച്ചേക്കുന്നതായിട്ട് കാണാം. സോ യു ക്യാൻ സീ ആക്ച്വലി സീ ദാറ്റ് ഇൻ ബൃഹദീശ്വര ടെമ്പിൾ ആസ് വെൽ. ആൻഡ് ഓൾസോ ഈ ഒരു ടൈം പീരീഡിൽ യു ക്യാൻ ഓൾസോ സീ നടരാജ സ്കൾപ്ചർ ഇൻ ദ സദേൺ പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് കിങ് ആയിട്ട് വരുന്നത് ഈസ് രാജേന്ദ്ര 1. ആൻഡ് രാജേന്ദ്ര 1ൻ്റെ ടൈമിലാണ് ബേസിക്കലി 1014 തൊട്ടാണ് യു ക്യാൻ സീ ദ കോൺക്വസ്റ്റ് ഓഫ് നോർത്തേൺ പാർട്ട്. സോ രാജേന്ദ്ര 1 ഈസ് ആക്ച്വലി കോൺകറിങ് ദ നോർത്തേൺ പാർട്ട് ഫ്രം മഹിപാല, വൺ ഓഫ് പാല ഡൈനാസ്റ്റി. And he is also having expedition to Sri Lanka. രാജരാജ 1ൻ്റെ ടൈമിൽ ശ്രീലങ്കയുടെ നോർത്തേൺ പാർട്ട് മാത്രമാണ് കോൺകർ ചെയ്യുന്നത്. ആൻഡ് രാജേന്ദ്ര 1ൻ്റെ ടൈം ആകുമ്പോഴത്തേന് യു ക്യാൻ സീ ദ ഹോൾ ഓഫ് ശ്രീലങ്ക ഈസ് കോൺകർഡ്. ആൻഡ് അതിനുശേഷമുള്ളൊരു 50 years ചോല ഡൈനാസ്റ്റിയാണ് ശ്രീലങ്ക റൂൾ ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് ദിസ് മഹിപാല, Rajendra is actually establishing a city in the Kaveri banks, that is Gangaikonda Cholapuram. Here it is, Gangaikonda Cholapuram, on the banks of Kaveri. And from the Pala area also, northil Palasine conquer ചെയ്തതിനു ശേഷം you can see through Bay of Bengal they are all also conquering the southeastern part, that is Malaysia. നമ്മൾ നേരത്തെ കടാരം എന്ന പ്ലേസ് മാപ്പിൽ ഞാൻ കാണിച്ചിരുന്നു. ദിസ് ഈസ് മലേഷ്യൻ പാർട്ട്, കേദ മലേഷ്യ. ഈ പാർട്ടിലേക്കും റൂള് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ഈ ഒരു സമയത്താണ് നമ്മുടെ പോർട്ട് ബ്ലെയർ, നിങ്ങളിപ്പം ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും, പേര് മാറ്റി. എന്തായിരുന്നു പേര് പോർട്ട് ബ്ലെയറിൻ്റെ? ദ ചേഞ്ച്ഡ് നെയിം ഓഫ് പോർട്ട് ബ്ലെയർ ഈസ് ശ്രീ വിജയപുരം അല്ലേ?
അതായത് സൗത്ത് ഈസ്റ്റേൺ സൈഡിലോട്ടുള്ള നേവൽ കോൺക്വസ്റ്റിൻ്റെ സമയത്ത് ഒരു ബേസ് ആയിട്ടാണ് പോർട്ട് ബ്ലെയർ ആക്ട് ചെയ്തത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദി റീനെയിംഡ് ഇറ്റ് ആസ് ശ്രീ വിജയപുരം. ഓക്കെ. And Bay of Bengal at this time is known as the Chola Lake. Chola Navy was superior in the Bay of Bengal, and because of that Bay of Bengal was known as Chola Lake during this period. Okay. Another important thing about Chola dynasty is Uttaramerur inscription. That is, Cholas were majorly known for their decentralized administration. നമ്മൾ പഞ്ചായത്തി രാജൊക്കെ പഠിക്കുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണല്ലേ പഠിക്കുന്നത്. സോ യു ക്യാൻ സീ ആൻ ഏർലിയർ ഫോം ഇൻ ദ ചോല പീരിയഡ്. ചോലാസ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഓരോ കൗൺസിൽസ് വഴിയാണ് നടത്തിയിരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻസിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ മൗര്യാസിൽ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഓരോ സിറ്റി അഡ്മിനിസ്ട്രേഷന് വേണ്ടി കൗൺസിൽസ് കാണും. അങ്ങനെ വില്ലേജ് ലെവലിൽ ഓരോ ആക്ടിവിറ്റീസിനായിട്ട് മേജർ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ആൻഡ് ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓരോ ഒഫീഷ്യൽസിനും ഉള്ള ക്വാളിഫിക്കേഷൻസും മറ്റും ഈ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻസിൽ പറയുന്നുണ്ട്. So major terms from the Chola period. First is Vetti and Kadamai. Vettium Kadamai, it is both are taxes. Vetti is a form of Vishti. നമ്മൾ നേരത്തെ forced labor പറഞ്ഞിരുന്നു അല്ലേ. അപ്പം instead of paying taxes they work for the state. That is Vetti. And second, Kadamai is land revenue. ലാൻഡ് ടാക്സിന് തന്നെയാണ് കടമൈ എന്ന് പറയുന്നത്. ഓക്കെ. നൗ ദ ടേം ഇസ് വെള്ളൻ വാഗൈ. വെള്ളൻ വാഗൈ എന്ന് പറയുന്നത് നോൺ ബ്രാഹ്മിൻസിൻ്റെ ലാൻഡിനെയാണ് വെള്ളൻ വാഗൈ എന്ന് പറയുന്നത്. ലാൻഡ് ഓഫ് നോൺ ബ്രാഹ്മിൻസ്. ഓക്കെ. ആൻഡ് ബ്രഹ്മദേയ. ബ്രഹ്മദേയ എന്ന് പറയുന്നത് ലാൻഡ് ഡൊണേഷൻസ് ടു ബ്രാഹ്മിൻസ് ആണ് ബ്രഹ്മദേയ എന്ന് പറയുന്നത്. ഓക്കെ. നൗ യു ക്യാൻ സീ ശാലഭോഗ. ശാലഭോഗസ് ആർ ലാൻഡ് ടു ജെയിനിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയുള്ള ലാൻഡ് ഗ്രാൻഡ് ചെയ്യുന്നതിനെയാണ് ശാലഭോഗ എന്ന് പറയുന്നത്. ദേവദാന എന്ന് പറയുമ്പോൾ ലാൻഡ് ഗ്രാൻഡ്സ് ടു ടെമ്പിൾസ് ആണ്. പള്ളിച്ചന്ദനം എന്ന് പറയുമ്പോൾ ലാൻഡ് ഗ്രാൻഡ്സ് ടു സ്കൂൾസ് ആണ്. ഓക്കെ. നൗ ദ ലാസ്റ്റ് ഈസ് മണിഗ്രാമം ആൻഡ് നഗരം. മണിഗ്രാമം ഓൾറെഡി UPSC ഏർലിയർ ടൈംസിൽ ചോദിച്ചിട്ടുണ്ട്. മണിഗ്രാമവും നഗരവും ട്രേഡ് അസോസിയേഷൻസ് ആണ്. നമ്മൾ ഗിൽസിൻ്റെ കാര്യമൊക്കെ മൗര്യൻ ടൈംസിൽ പറഞ്ഞിരുന്നു. വി ടോക്ക്ഡ് അബൌട്ട് ശ്രേണീസ് അല്ലെങ്കിൽ പുക എന്ന് പറയുന്ന ടേംസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ ഉള്ള ഗിൽസാണ് മണിഗ്രാമം എന്ന് പറയുന്നത്. നഗരം എന്ന് പറയുമ്പം കുറച്ചുകൂടെ ട്രേഡ് സ്പെസിഫിക് ആയിട്ടുള്ള അസംബ്ലീസ് ആയിട്ട് മാറും. അതായത് ടെക്സ്റ്റൈൽ അസംബ്ലീസ് അല്ലെങ്കിൽ സ്പൈസസിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ അസംബ്ലി, അങ്ങനെയുള്ളതിനെയാണ് ഈ നഗരം എന്ന് പറയുന്നത്. ഓക്കെ. സോ ദീസ് ബോത്ത് ആർ some kind of trade associations during medieval Chola dynasty. Okay, so this is what we were discussing till now. That is from 700 to 1100 CE. North Pala Pratihara and south you can see Rashtrakutas and mainline Cholas അല്ലെങ്കിൽ medieval Cholas എന്ന് പറയുന്നത്. Pratihara we talked about major kings such as Mihir Bhoja and Mahendra Pala. And Pala towards the end you can see 977 to 1027 you can see Mahipala. 814 ഈ ഒരു റേഞ്ചിലാണ് രാഷ്ട്രകൂടയുടെ ഏർലിയർ സ്റ്റേജിലാണ് we talked about Amogha and Cholasന്റെ later periodലോട്ട് we talked about major kings like Raja and Rajendra. Okay, 1014
444 ആണ് രാജേന്ദ്രയുടെ റൂള് എൻഡ് ചെയ്യുന്നത്. സോ വിത്ത് ദാറ്റ് 1100 വരെയുള്ള മേജർ ഡൈനാസ്റ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഹിയർ നമ്മൾ ഇത്രയും നേരം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ചേഞ്ചസ് ആയിരുന്നു പറഞ്ഞതല്ലേ, 750 to 1100. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നോർത്തിൽ ഏതൊക്കെ ഡൈനാസ്റ്റീസ്, സൗത്തിൽ ഏതൊക്കെ ഡൈനാസ്റ്റീസ് എന്നാണ് നമ്മൾ നോക്കിയത്. അറ്റ് ദ സെയിം ടൈം വെസ്റ്റേൺ പാർട്ട് ഓഫ് സബ് കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഏഷ്യയിൽ മേജർ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, സോ വി ക്യാൻ സീ ബൈ 600 CE ഇസ്ലാമിക് റൂൾ സ്റ്റാർട്ടിങ് ഇൻ ദ വെസ്റ്റ് ഏഷ്യ. ഓക്കെ, വെസ്റ്റ് ഏഷ്യൻ പാർട്സിൽ അറബ് ഇൻവേഷൻസ് നടക്കുകയും അറബ് റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണാം. ആൻഡ് ടുവേർഡ്സ് ദ 1100 ടൈം പീരിയഡ് വി ക്യാൻ സി മേജർ അറബ് ഇൻവേഷൻസ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ആസ് വെൽ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പ്രതിഹാരയാവട്ടെ പാലയാവട്ടെ ഈ ഒരു ടൈം പീരീഡിൽ തന്നെ, അതായത് 750 to 1100 CE തന്നെ യു ക്യാൻ സി some Arab invasions in the northwestern region. Pratiharas were also known to have defended us from the Arab invasion. Okay, അപ്പം ഈ 1000 CE വരുമ്പോഴത്തേക്കും there are so many regional dynasties. പ്രതിഹാരാസിൻ്റെയും പാലാസിൻ്റെയൊക്കെ ഫ്യൂഡേറ്ററീസ് ആയിട്ടുള്ള ആൾക്കാർ പല ഡൈനാസ്റ്റീസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, so here you can see Chauhans. These are majorly Rajput dynasties. ഇപ്പോഴും നിങ്ങൾക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വി ക്യാൻ സി രാജ്പുട്സ് അല്ലേ. രാജ്പുട്സ് ക്ലെയിം ദെയർ ഡിസെൻഡൻസ് ഫ്രം ഗോഡ്സ്. അപ്പോൾ സൺ ഗോഡിൽ നിന്നും മൂൺ ഗോഡിൽ നിന്നും വന്ന ക്ലാൻസ് എന്നാണ് രാജ്പുട്സ് പറയുന്നത്. സോ വി ക്യാൻ സി ചഹ്മാൻസ്, പരമാരാസ്, ചൗലുക്യാസ്. ചൗലുക്യാസിനെയാണ് സൊളാങ്കീസ് എന്ന് പറയുന്നത്. സൊളാങ്കീസ് ഓഫ് ഗുജറാത്ത് ആർ ചൗലുക്യാസ്. നേരത്തെ നമ്മൾ പഠിച്ച ചാലുക്യാസിൻ്റെയൊക്കെ പിന്നീടുള്ള ഡിസെൻഡൻസ് ആയിട്ടാണ് ചൗലുക്യാസ് വരുന്നത്. നമ്മൾ വെസ്റ്റേൺ ചാലുക്യാസ് നേരത്തെ പറഞ്ഞിരുന്നു. യു ക്യാൻ സി കാളച്ചൂരീസ് ഓഫ് ത്രിപുരി, ചന്തേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ് ആൻഡ് സേനാസ് ഇൻ ബംഗാൾ റീജിയൻ. സോ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഡൈനാസ്റ്റീസ് കേൾക്കുന്ന, ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചെറിയ ഡൈനാസ്റ്റീസ് പറഞ്ഞു. സോ ഐ റെക്കമെൻഡ് യു ടു ഗോ ത്രൂ ദ ടൈം ലൈൻ. നിങ്ങൾ ആ സ്ലൈഡിൽ കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യുക ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഒരു ടൈം പീരീഡിലായിരുന്നു ഇത്രയും ഡൈനാസ്റ്റീസ് ഇവിടെ നിലനിന്നിരുന്നത്. സോ നമ്മളിപ്പോൾ പറയുന്നത് ഏകദേശം 1000 CE തൊട്ടുള്ള സ്മോൾ ഡൈനാസ്റ്റീസാണ്. എഗെയിൻ ട്രാൻസിഷൻ പീരീഡാണ്. ഡൽഹി സൽത്തനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിലോട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ മേജർലി ഇന്ത്യയിലുണ്ടായിരുന്ന ഡൈനാസ്റ്റീസാണ് ഇതൊക്കെ. ഓക്കെ, so we have Chahmans, Paramaras, Solankis, Kalachuris, Chandelas, Senas, and താഴോട്ട് വരുമ്പോൾ യു ക്യാൻ ഓൾസോ സീ കടമ്പാസ് ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ ചോലാസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഈ ഒരു കുറച്ച് ഡൈനാസ്റ്റീസ്, റീജിയണൽ ഡൈനാസ്റ്റീസിൻ്റെ ടൈം പീരീഡും അതുപോലെ തന്നെ വിൽ സി ദ മേജർ ഫൗണ്ടർ, അവരുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ആൻഡ് ദെൻ വി വിൽ റിവൈസ് ഫ്രം ദ ഫസ്റ്റ് പാർട്ട്. ഗുപ്താസ് തൊട്ടുള്ള ടൈം ലൈൻ നമ്മൾ ഒന്നുകൂടെ നോക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു അറേഞ്ച്മെൻറ്റ്, ഡൈനാസ്റ്റീസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, സോ ചന്തേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട് ദീസ് ആർ ചന്തേലാസ്. ബുന്ദേൽഖണ്ഡ് റീജിയനിൽ UP MP ആ ഒരു റീജിയനാണ് ഈസ്റ്റേൺ പാർട്ടിൽ. സോ ഹിയർ യു ക്യാൻ സി ഏകദേശം 9th century CE സമയത്താണ് അവിടെ ചന്തേലാസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ചന്തേലാസ് വെർ ഓൾസോ ഫ്യൂഡേറ്ററീസ് ഓഫ് പ്രതിഹാര. ഓക്കെ, ആൻഡ് ദെയർ ഫൗണ്ടർ വാസ് നന്നുക ആൻഡ് ദേ ആർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ദ കാജുറാഹോ ടെമ്പിൾസ്. ഇറോട്ടിക് തീംസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടെമ്പിൾ സ്ട്രക്ചേഴ്സ് ആണ് ബുന്ദേൽഖണ്ഡ് റീജിയനിൽ. കാജുറാഹോ ടെമ്പിൾസ്, യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ഇറ്റ്. അപ്പം ദാറ്റ് ആർ പാട്രണൈസ്ഡ് ബൈ ചന്തേലാസ് ഓഫ് ബുന്ദേൽഖണ്ഡ്. ആൻഡ് അഗെയിൻ ക്യാപിറ്റൽ റീജിയൻ വരുന്നത് MP യിലാണ്, മഹോബ. നെക്സ്റ്റ് ഇസ് പരമാറാസ് ഓഫ് മൽവ റീജിയൻ
ഈസ്റ്റേൺ ഗുജറാത്ത് ആൻഡ് വെസ്റ്റേൺ മധ്യപ്രദേശ് റീജിയൻ ആണ് മൽവാസ് എന്ന് പറയുന്നത്. സോ പരമാറാസ് ഓഫ് മൽവയിൽ യു ക്യാൻ സി 9th സെഞ്ച്വറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ദ ഫൗണ്ടർ ഈസ് ഉപേന്ദ്ര. മേജർ കിങ് ആയിട്ട് പറയുന്നത് ഇവിടെ കിങ് ബോജയാണ്. കിങ് ബോജ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ മൽവാർ റീജിയനിൽ നിങ്ങൾ ടൈം പീരീഡ് ഒന്ന് ശ്രദ്ധിക്കുക. 1010 to 1055 ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് മേജർ ഒരു അറബ് ഇൻവേഷൻ നടക്കുന്നത് ഈസ് ബൈ ഫസ്റ്റ് ഒരു അറബ് മേജർ ഇൻവേഷൻ നടക്കുന്നത് ഈസ് ബൈ മഹ്മൂദ് ഗസ്നി. ഓക്കെ, മഹ്മൂദ് ഗസ്നി ആദ്യം നോർത്തിൽ വരുമ്പോൾ കശ്മീർ റീജിയനിൽ ഹി ഈസ് എൻകൗണ്ടറിങ് എ ഹിന്ദു ഷാഹി ഡൈനാസ്റ്റി. Okay, and he is waging war with the kings of Hindu Shahi dynasty. അതിൽ major war is Battle of Vaihind. Okay, 1008 ബാറ്റിൽ ഓഫ് വൈഹിന്ദ് നടക്കുന്നത്. ആൻഡ് ഇൻ ദാറ്റ് അനന്തപാല എന്ന് പറയുന്ന ഹിന്ദു ഷാഹി കിങ്ങിനെ മഹ്മൂദ് ഗസ്നി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് എസ്റ്റാബ്ലിഷിങ് ഹിസ് റൂൾ ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്. ഓക്കെ, അതിനുശേഷം ബാറ്റിൽ ഓഫ് വൈഹിന്ദിന് ശേഷമാണ് പിന്നീട് ഏകദേശം 17 ടൈംസ് മഹ്മൂദ് ഗസ്നി ഇന്ത്യ റെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലണ്ടർ ചെയ്യുന്നുണ്ട്. ഈ വെൽത്തി കൺട്രി പ്ലണ്ടർ ചെയ്യുന്നുണ്ട്. ആൻഡ് യു നോ ഇൻ 1025 he is actually plundering the Somnath temple. Somnath temple in Gujarat. Okay, പല അറബ് റൂളേഴ്സും കോൺകർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലണ്ടർ വീണ്ടും പ്ലണ്ടർ ചെയ്യുകയും നമ്മുടെ ഇന്ത്യൻ റൂളേഴ്സ് റീബിൽഡ് ചെയ്യുന്നതും ഒരു ടെമ്പിളാണ് സോംനാഥ് ടെമ്പിൾ. സോ 1025 വെൻ മുഹമ്മദ് ഓഫ് ഗസ്നി ഈസ് റെയ്ഡിങ് ദ സോംനാഥ് ടെമ്പിൾ, ആ റീജിയനിലെ കിങ് ആയിട്ട് പറയുന്നതാണ് കിങ് ബോജ. ഓക്കെ, പരമാസിൻ്റെ കിങ് ബോജ ഇസ് ദ റൂളർ ഓഫ് ദാറ്റ് പ്ലേസ്. ആൻഡ് ഓൾസോ he's known for his bravery. ഈ സമയത്ത് മുഹമ്മദ് ഓഫ് ഗസ്നി ഹാസ് ടേക്കൺ അനദർ റൂട്ട് ടു റീച്ച് ദ സോംനാഥ് ടെമ്പിൾ എന്ന് വരെ പറയുന്നുണ്ട് സ്റ്റോറീസിൽ. ബിക്കോസ് കിങ് ബോജ വാസ് വെരി ബ്രേവ് ആൻഡ് ഈവൻ ഹി ഹാസ് ഹെൽപ്ഡ് അനന്തപാല ഇൻ ദ ബാറ്റിൽ ഓഫ് വൈഹിന്ദ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ this king Boja is important. When Muhammad of Ghazni plundered the Somnath temple, King Boja was a contemporary. Okay, now we will see Chauhans. Chauhans 10th century CE. They started in the Ajmer region. Later നിങ്ങൾ ഒരു ഡൽഹി റീജിയൻ വരെ ചൗഹാൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ സിംഹരാജയാണ് ഫൗണ്ടറായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈസ് പൃഥ്വിരാജ് ചൗഹാൻ. Prithviraj Chauhan is actually fighting Muhammad Ghori, second major invasion of Arabs. Okay, next Arab ruler ആയിട്ടുള്ള മുഹമ്മദ് ഘോരി ഈസ് വേജിങ് ബാറ്റിൽ വിത്ത് പൃഥ്വിരാജ് ചൗഹാൻ. അവിടെ 91 ബാറ്റിലിൽ പൃഥ്വിരാജ് ചൗഹാൻ ഇസ് വിന്നിങ്. ബട്ട് ഇൻ 92 Battle of Tanain 2 Prithviraj Chauhan is defeated. Okay, so Chauhans started from the Ajmer region in the 10th century CE. Important king is Prithviraj Chauhan. He is being defeated in Battle of Tanain 2 in 1192 by Muhammad Ghori. Okay. Now we will see some smaller dynasties, that is Solankis, Tomaras, Gahadwalas and
Kalachuris. So Solanki dynasties വരുമ്പോഴും again Solanki Gujarat region ആണ്, capital വരുന്നത് Anhilawada and 10th century CE നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടറിനെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം വെസ്റ്റേൺ ചാലുക്യാസിൻ്റെ പിന്നീടുള്ള ഡിസെൻഡൻസ് ആയിട്ടാണ്. സോ ഫ്യൂഡേറ്ററീസ് ആയിട്ട് നിന്ന ആളുകളാണ് പുതിയതായിട്ട് സൊലാങ്കി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് റൂളറായിട്ട് വരുന്നത് എഗെയിൻ ഭീമ 1 ആണ്. യു ക്യാൻ സി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈം ലൈൻ. ഗസ്നിയുടെ ഇൻവേഷൻ്റെ സമയത്ത് ഗുജറാത്ത് വാസ് റൂൾഡ് ബൈ ഭീമ 1. 10222 to 1064 ആണ് ഭീമ 1 റൂൾ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ he is important for two other things, that is the sun temple of Mothera is built by Bhima 1. Sun temple of Mothera in Gujarat. Okay, you can view the photos of a sun temple of Mothera. It is actually very beautiful. ആ ഒരു സമയത്ത് സ്റ്റെപ്പ് വെൽസ് ഒക്കെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് സൺ ടെമ്പിൾ ഓഫ് മൊഥേര. നെക്സ്റ്റ് ഈസ് റാണി കി വാവ്. റാണി കി വാവ് എന്ന് പറയുന്നത് അഗെയിൻ സ്റ്റെപ്പ് വെല്ലാണ്. യു വുഡ് ഹാവ് സീൻ ദാറ്റ് ഇൻ യുവർ 100 rupees നോട്ട്. 100 rupees നോട്ടിൽ നമ്മുടെ പിക്ചർ കൊടുത്തേക്കുന്ന ഈ റാണി കി വാവിൻ്റെയാണ്. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഭീമ 1's വൈഫ് ഉദയമതി. Okay. Now there is another small dynasty, that is Tomaras, and the capital region is Delhi. Delhi 10th century CE you can see Tomaras. Again a small dynasty aanu. These are Tomara is important because Tomaras are the first dynasty to establish Delhi as the capital. Okay, ഇതുവരെ നമ്മൾ കന്നൗജ് റീജിയനും പട്ടലിപുത്ര റീജിയനും ആണ് അതിന് മുന്നേ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു ഡൈനാസ്റ്റി ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ മിഡീവലിലോട്ടുള്ള ട്രാൻസിഷൻ പീരിയഡിൽ this is the first dynasty to establish their capital at Delhi. Okay, now you can see Gahatwalas of Kannauj in 1094 CE time period lana started by Chandra Deva, and here again this dynasty is important because of a battle, that is Battle of Chandavar. So before saying about that, we'll see where it is in the map. So here we have Chahmans or Chauhans, and here you can see Gahatwalas. നമ്മൾ പറഞ്ഞ കന്നൗജ് ക്യാപിറ്റൽ ആയിട്ട് വരുന്ന Gahatwalas. Gahatwalas ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഹിയർ യു ക്യാൻ സീ എ റൂളർ Jayachandra, and he rules from 1170 to 1194 AD. Okay, so he is the one actually Chauhans were attacking Gahatwalas, and Jayachandra actually invites Muhammad Ghori to fight Prithviraj. Okay, അപ്പോൾ നമ്മൾ നേരത്തെ പൃഥ്വിരാജ് ചൗഹാൻസിലെ പൃഥ്വിരാജ് ചൗഹാൻ വാസ് ഡിഫീറ്റഡ് ബൈ മുഹമ്മദ് ഗോറി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മുഹമ്മദ് ഗോറിയെ ഇൻവൈറ്റ് ചെയ്യുന്നത് ജയചന്ദ്രയാണ് ഓഫ് ഗഹത്വാലാസ്, ആൻഡ് ലേറ്റർ മുഹമ്മദ് ഗോറി ഈസ് ആക്ച്വലി ഡിഫീറ്റിംഗ് ജയചന്ദ്ര ആസ് വെൽ ആൻഡ് ടേക്കിംഗ് ഓവർ ദ റൂൾ ഓഫ് ദ കന്നൗജ് റീജിയൻ, ആൻഡ് ദിസ് ബാറ്റിൽ ഈസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് ചന്താവർ. ഓക്കെ, അപ്പോൾ ഈ ബാറ്റിൽ ഓഫ് ചന്താവറിൽ മുഹമ്മദ് ഗോറി ഈസ് ഡിഫീറ്റിംഗ് ഗഹത്വാല റൂളർ ജയചന്ദ്ര. നെക്സ്റ്റ് കാളച്ചൂരി ഡൈനാസ്റ്റിയാണ്. അഗെയിൻ ഈസ്റ്റേൺ MP റീജിയനിലാണ്. 845 CE യു ക്യാൻ സി ദ ഫൗണ്ടർ ആസ് കൊക്കാല 1, ആൻഡ് ദ മേജർ റൂളർ ഈസ് അഗെയിൻ ഗംഗേയ ദേവ. നിങ്ങൾക്ക് കാണാം മുഹമ്മദ് ഓഫ് ഗസ്നിയുടെ കണ്ടംപററി ആയിട്ട് വരുന്നതാണ് ഗംഗേയ ദേവ. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഏകദേശം ഡൽഹി സുൽത്താനേറ്റ് വരെയുള്ള സ്മോളർ ഡൈനാസ്റ്റീസിനെ കുറിച്ച് വി ഹാവ് ചെക്ക്ഡ്, ആൻഡ് ഐ വിൽ ഓൾസോ once again say about the timeline.
സോ നമ്മളിന്ന് ഗുപ്ത ഡൈനാസ്റ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫൗണ്ടർ ശ്രീഗുപ്ത എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫ്രം ഹിയർ വി സോ അതേ ടൈം പീരീഡിൽ തന്നെ സൗത്തിൽ ദർ വെർ Vakatakas. സോ ഗുപ്താസ് ആൻഡ് Vakatakas വെർ റൂളിംഗ് ഫ്രം 275 to 500 CE. ഓക്കെ, ആൻഡ് ഇവിടെ വി ടോക്ഡ് അബൌട്ട് എ രുദ്രസേന. ആൻഡ് നെക്സ്റ്റ് വി ടോക്ഡ് അബൌട്ട് Post-Gupta period. അവിടെ we saw Pushyabhutis, Maukharis and Maitrakas, major dynasties in the north. And southലോട്ട് വരുമ്പോൾ you saw Chalukyas and Pallavas. And towards the next phase you saw Chola. major ആയിട്ട് ഇത്രയും dynasties ആണ് നമ്മൾ ആ ഒരു ഫേസിൽ പറഞ്ഞത്. that is till 880 CE. And from there we saw 750 to 1000 we saw 3 dynasties, that is Pala, Pridhara and Rashtrakutas. And from there we saw the regional dynasties. Okay, so നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്തേ. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. can you please attend? സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മേജർലി 2143 ആണ്. ഇറ്റ് ഈസ് എ. ഓക്കെ, നമ്മൾ പറഞ്ഞ ടൈം പീരീഡ് വെച്ചിട്ട് നോക്കിയാൽ മതി. 750 ആണ് ഇവിടെ വരുന്നത്. ആൻഡ് അഗെയിൻ റൈസ് ഓഫ് പ്രതിഹാരാസ് ആൻഡ് കിങ് ബോജ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിന് ശേഷം വരുന്ന കിങ് ബോജ എന്ന് പറയുമ്പോൾ പ്രതിഹാരാസിൻ്റെ ഫൗണ്ടർ അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണല്ലോ. സോ ഇൻ ദാറ്റ് ഓർഡർ ആൻസർ എ വിൽ ബി റൈറ്റ്. ഓക്കെ, so with that we have come to the end of part 2, and tomorrow we will be discussing from Delhi Sultanate to Mughals. Okay, thank you.